കേരളത്തിന്റെ സഹകരണ ബാങ്കുകളിലുമൊക്കെ നിക്ഷേപമായി പ്രവാസി പണം കിടക്കുക. 10 ലക്ഷം കോടി ആയിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ആ പദ്ധതികൾക്ക് ഊർജം പകരുന്ന ഒരു കാര്യവും ഈ ബഡ്ജറ്റിനകത്ത് പറയുന്നില്ല. മറിച്ച് പുതിയ പദ്ധതി പറഞ്ഞുകൊണ്ട് ഒരു വാചക കസരത്ത് നടത്തി പോവുക മാത്രം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രവാസികളുടെ സഹായം അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രാജ്യത്തിന് എന്ന് നമുക്കറിയാം. കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ വരുമാന മാർഗങ്ങളിൽ ഒന്ന് പ്രവാസികളാണ്. പക്ഷേ നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് അവരെ കൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പോൾ വരികയാണ്. നമുക്കറിയാം, പുതിയ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പല വിഭാഗത്തെയും മാറ്റി നിർത്തപ്പെട്ട പല വിഭാഗത്തെയും കൃത്യമായി മനസ്സിലാക്കി അവരൊക്കെ കൂടെ ചേർത്ത ഒരു നടപടിയാണ് VD സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. എന്നാൽ ഇതേ VD സർക്കാർ ഈ പറയുന്ന പ്രവാസി സമൂഹത്തെ മാറ്റി നിർത്തുന്ന തരത്തിലാണ് ചില കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നുള്ള ഒരു പരാതി പൊതുവെ വരുന്നുണ്ട്. എന്തായാലും പ്രവാസികളോട് കാണിക്കുന്ന ഈ അനീതിക്കെതിരെ കേരളത്തിലുടനീളം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തു വരുന്നത്. പ്രവാസികൾ ഒന്നടങ്കം സർക്കാരിന്റെ ഈ ഒരു നയത്തിനെതിരെ പ്രതിഷേധവുമായിട്ട് രംഗത്തേക്ക് വരികയാണ്. പ്രവാസി സംഘടനകൾ ഇപ്പോൾ രംഗത്ത് വരുന്നുണ്ട്. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. സംഘത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ബാദുഷ കടലുണ്ടി. ഇത് പ്രവാസി സംഘത്തിന്റെ സംസ്ഥാന ട്രഷറർ KC സജീവ് തൈക്കാട്. ഇത് പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി BL അനിൽകുമാർ. ഇത് പ്രസിഡന്റ് പോച്ചൽ നാസർ. ഇത്തരത്തിലൊരു പത്രസമ്മേളനം വിളിക്കാൻ കാരണം, നാളെ കേരളത്തിലെ പ്രവാസികളുടെ ഈ ബഡ്ജറ്റ് പ്രവാസികളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രവാസി സംഘത്തിന്റെ നേതൃത്വത്തിൽ നാളെ നിയമസഭയിലേക്ക് മാർച്ച് ചെയ്യുകയാണ്. കേരളത്തിന്റെ നിയമസഭയിൽ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റ് ഒരു നിലക്കും പ്രവാസികളെ അഭിസംബോധന ചെയ്യുന്നില്ല എന്ന ശക്തമായ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. സമീപ ഭാവിയിലുള്ള ഏത് ബഡ്ജറ്റുകൾ പരിശോധിച്ചാലും പ്രവാസികളെ കുറിച്ച് കൃത്യമായി അവരുടെ ക്ഷേമവും അവരുടെ സംരക്ഷണവും ഒക്കെ ഉറപ്പുവരുത്തുന്ന വിധത്തിലുള്ള ബഡ്ജറ്റുകളാണ് കാലാകാലങ്ങളിൽ നിയമസഭയിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. VD സതീശൻ അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിനകത്ത് അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ തന്നെ 2 ഭാഗത്ത് മാത്രമാണ് പ്രവാസികളെ സംബന്ധിച്ച് പറയുന്നത്. ഒന്ന്, അദ്ദേഹം പറയുന്നു പ്രവാസികളുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ് ഫണ്ട് രൂപീകരിച്ച് നിക്ഷേപം നടത്താനുള്ള, പ്രവാസികളെ നേരത്തെ തന്നെ നിക്ഷേപം നടത്താനുള്ള നോർക്കയ്ക്ക് കീഴിലൊക്കെ നിരവധിയായ പദ്ധതികളുണ്ട്. പ്രവാസി NDPRM പോലുള്ള സർക്കാർ നേരത്തെ ഉള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾക്ക് ഊർജം പകരുന്ന ഒരു കാര്യവും ഈ ബഡ്ജറ്റിനകത്ത് പറയുന്നില്ല. മറിച്ച് പുതിയ പദ്ധതി പറഞ്ഞുകൊണ്ട് ഒരു വാചക കസരത്ത് നടത്തി പോവുക മാത്രം. രണ്ടാമത് പറയുന്നത് പ്രവാസി ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുമെന്നാണ് പറയുന്നത്. പ്രവാസി ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുമെന്ന് പറഞ്ഞാൽ അത് എന്തെങ്കിലും കാര്യക്ഷമമല്ലാത്തത് ഉണ്ടോ എന്നാണുള്ള സംശയം. അവിടെ പ്രശ്നം എന്താണ്? അവിടെ പ്രധാനമായിട്ട് സാമ്പത്തികമാണ് പ്രശ്നം. എല്ലാ ബഡ്ജറ്റിലും പ്രവാസി ക്ഷേമനിധി ബോർഡിന് പ്രത്യേകമായി ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. 10 ലക്ഷത്തോളം അംഗങ്ങൾ ഈ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുക. ഏതാണ്ട് 1 ലക്ഷം പ്രവാസികൾക്ക് പെൻഷൻ കിട്ടുന്ന ക്ഷേമനിധി ബോർഡാണ്. അത്തരത്തിലൊരു ക്ഷേമനിധി ബോർഡ് അതിനെ സഹായിക്കാൻ, അതിന്റെ മെയ് മാസത്തെ പെൻഷൻ കഴിഞ്ഞ ഗവൺമെന്റ് ഏപ്രിൽ മാസത്തെ വരെ പെൻഷനും കൊടുത്തിട്ടാണ് പോയിട്ടുള്ളത്. എല്ലാ കാലത്തും അതിനെ ഗവൺമെന്റ് സഹായിച്ചു. അത് ഗവൺമെന്റിന്റെ ഒരു ബാധ്യതയാണ് ഈ സമൂഹത്തെ സഹായിക്കാനുള്ളത്. ആ നിലയിലേക്ക് ഈ ക്ഷേമനിധി ബോർഡിനെ കാര്യക്ഷമമാക്കുമെന്ന് പറയുന്നിടത്ത് എവിടെയും ഇതിന് പ്രത്യേക പണം അനുവദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇതിനെ സഹായിച്ചിട്ടില്ലെങ്കിൽ ഈ ക്ഷേമനിധി ബോർഡ് വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ആ നിലയിൽ ഈ 2 കാര്യം. മറ്റൊരു കാര്യത്തെക്കുറിച്ച് നോക്കൂ, നോർക്ക പ്രവാസികാര്യ വകുപ്പാണ്. നിരവധിയായ പദ്ധതികൾ ഈ നോർക്കക്ക് കീഴിൽ ഉണ്ട്. ആ പദ്ധതിയെക്കുറിച്ചോ നോർക്ക എന്നൊരു വാക്ക് പോലും ഈ ബഡ്ജറ്റ് സ്പീച്ചിൽ എവിടെയും പറയുന്നില്ല. അപ്പൊ തീർത്തും ഒരു കാലത്തുമില്ലാത്ത ഈ ഗവൺമെന്റ് പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്ന ഗവൺമെന്റ് ആണെന്ന് അവർ പ്രഖ്യാപിച്ച് പെൻഷൻ വർദ്ധിപ്പിക്കും, ക്ഷേമനിധി പെൻഷൻ കൃത്യമായി കൊടുക്കും, അങ്ങനെയുള്ള ഒരുപാട് വാഗ്ദാനങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞുകൊണ്ടാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നത്. പക്ഷെ അവരുടെ തുടക്കം തന്നെ ഈ ബഡ്ജറ്റ് തന്നെ നോക്കിക്കാണുമ്പോൾ വലിയ നിരാശയാണ്. ഇതിൽ പറയാന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ എല്ലാ മേഖലയും എടുത്തു നോക്കൂ നിങ്ങൾ. കേരളത്തിന്റെ വ്യാവസായിക മേഖല, കാർഷിക മേഖല, ഇവിടുന്നൊക്കെയുള്ള വരവ് എല്ലാം നോക്കൂ നിങ്ങൾ. അതിനേക്കാൾ കൂടുതൽ വരവ് കേരളത്തിന്റെ മൊത്ത വരുമാനത്തിന്റെ 19.5% സംഭാവന ചെയ്യുന്ന വിഭാഗമാണ് പ്രവാസികൾ. നേരത്തെ അത് 10 വർഷം മുമ്പ് 36.5%. കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവാസി വരുമാനം
കുറഞ്ഞിട്ടല്ല, പ്രവാസി വരുമാനം കൂടിയിട്ടുള്ളൂ. പക്ഷെ കേരളത്തിന്റെ തനത് വരുമാനം വർദ്ധിച്ചതിന്റെ ഭാഗമായി പ്രവാസി വരുമാനം 19.5%. ഇന്ത്യയിൽ മൊത്തം വരുന്ന പ്രവാസി പണത്തിന്റെ 19.20% വരുന്നത് കേരളമാണ്. അങ്ങനെ ആ വരുമാനം ഏതാണ്ട് 2.86 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ സഹകരണ ബാങ്കുകളിലുമൊക്കെ നിക്ഷേപമായി പ്രവാസി പണം കിടക്കുക. 10 ലക്ഷം കോടി ആയിട്ടുണ്ട് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഈ പശ്ചിമേഷ്യയിലെ സംഘർഷമെല്ലാം നിക്ഷേപം ഷിഫ്റ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് 10 ലക്ഷം കോടി രൂപ കേരളത്തിന്റെ ബാങ്കുകളിൽ നിക്ഷേപമുണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇത് മാത്രമാണോ കേരളത്തിന്റെ മാർക്കറ്റുകളെ ഏറ്റവും കൂടുതൽ സജീവമാക്കുന്നത്? ഇപ്പൊ ഈ യുദ്ധവും കാര്യവും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ മാർക്കറ്റുകൾ നോക്കിയാൽ വലിയ ക്ഷീണം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ മാർക്കറ്റുകളെ ഏറ്റവും ചലനാത്മകമാക്കുന്നത് ഈ സമൂഹമാണ്. വാങ്ങൽ കഴിവുകൾ, കേരളത്തിന്റെ വാങ്ങൽ കഴിവുകളെ ശക്തിപ്പെടുത്തിയത് പ്രവാസികളാണ്. അങ്ങനെയുള്ള ഒരു വാങ്ങൽ കഴിവ് പോലും ശക്തിപ്പെടുത്തിയതിന്റെ ഭാഗമായി GST ഇനത്തിലുണ്ടായിട്ടുള്ള വർധനവ്, ഇതെല്ലാം കേരളത്തിന്റെ സാമ്പത്തിക മേഖലക്കകത്ത് ഈ സമൂഹം എങ്ങനെയാണ് ഇടപെടുന്നത്? അത്രമാത്രം സ്വാധീനമുള്ള ഒരു വിഭാഗമാണ്. ഈ വിഭാഗത്തെ അഡ്രസ് ചെയ്യാതെ ഈ ബഡ്ജറ്റ് പോവുക എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റിന്റെ പ്രവാസി വിരുദ്ധ നയത്തിന്റെ സൂചനയാണ് എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നത്തെ കാര്യമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളത്. കാരണം ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ ഇതിന്റെ പ്രവാസികളുടെ ക്ഷേമവും പെൻഷനും ഇതൊക്കെ ആശ്രയിച്ച് കാത്തിരിക്കുകയാണ്. അവർ വലിയ പ്രതീക്ഷയിലായിരുന്നു ഈ ബഡ്ജറ്റിൽ കുറെ പണം നീക്കി വെക്കുന്നത്. കാരണം അംശാദായവും കൊടുക്കാനുള്ള തുകയും തമ്മിലുള്ള അന്തരമാണ് ക്ഷേമനിധി ബോർഡിന്റെ വലിയ പ്രശ്നം. അപ്പൊ ഇതിലൊന്നും ഒരു മുഖവിലക്കെടുക്കാതെ ഈ ഗവൺമെന്റ് പോകുന്നുണ്ട്. അത് ഒരു ശരിയായ രീതിയല്ല. അത് ഈ ബഡ്ജറ്റിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിലെങ്കിലും ഈ പ്രവാസി ക്ഷേമനിധി ബോർഡിന് പണം നീക്കി വെക്കാനോ അല്ലെങ്കിൽ അതിന് മറ്റു വഴികൾ കണ്ടെത്താനോ ഉള്ള ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കണമെന്ന് ശക്തമായിട്ട് ആവശ്യപ്പെടുക. ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഈ പ്രതിഷേധത്തിൽ പങ്കാളിയാകുന്ന അവസ്ഥയാണ് നമുക്കൊക്കെ കാണാൻ വേണ്ടി കഴിയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ നിലയിലും ഞങ്ങൾക്ക് നിങ്ങൾ മാധ്യമങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഞങ്ങളെ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ സഹായിക്കണം. കാരണം ഇതൊരു വലിയ സമൂഹമാണ്. പ്രവാസി എന്ന് പറഞ്ഞ വലിയൊരു സമൂഹമാണ്. ആ സമൂഹത്തിന്റെ പ്രശ്നം കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമാണ്. ആ പൊതു പ്രശ്നം ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാതെ പോയാൽ ഞങ്ങളെപ്പോലെയുള്ള പ്രവാസികളായിട്ടുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സങ്കടം പേറേണ്ടി വരും നമുക്ക്. അതില്ലാതിരിക്കാനുള്ള ഇടപെടൽ മാധ്യമ രംഗത്തു നിന്ന് ഉണ്ടാവണമെന്ന് കൂടിയാണ് ഞങ്ങൾക്ക് ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നാളെ നിയമസഭാ മാർച്ച് റിപ്പോർട്ട് ചെയ്യണം. എല്ലാ സഹായവും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണം. 11:30 മണിക്ക് യൂണിവേഴ്സിറ്റി കോളേജിന്റെ മെയിൻ ഗേറ്റിൽ നിന്നാണ് മാർച്ച് ആരംഭിക്കുക. ആ മാർച്ച് മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മറ്റ് MLA-മാരും മറ്റുമൊക്കെ ആ മാർച്ചിൽ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നിങ്ങളെല്ലാവരും അത് റിപ്പോർട്ട് ചെയ്യാനും കവർ ചെയ്യാനും ഒക്കെ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്.